ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ട്രാവൽ ബ്ലോഗ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സംഭവം കൂട്ടുകാരൻ്റെ ഫോട്ടോഷൂട്ടാണ്. എറണാകുളത്താണ് സ്പോട്ട്. അപ്പോൾ വൈകിട്ടാണ് ഇറങ്ങാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഇറങ്ങാൻ വിചാരിച്ചാണ്. നല്ല മഴയുണ്ടായിരുന്നു. ക്ലൈമറ്റ് പെട്ടെന്നാണ് ചേഞ്ച് ആയത്. കണ്ടില്ലേ, മഴ ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. പക്ഷേ രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കൂട്ടുകാരനെ ഓടിക്കണം, എന്നാലും ഗ്ലെയർ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുതിരാൻ ടണലെത്തിയിട്ടുണ്ട്. ഇതിൽ ടണലിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാട്ടോ. നല്ല ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൗണ്ട് ചെയ്ത് പോകാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ വന്നിട്ട് എറണാകുളം എത്തിയിട്ടുണ്ട്. അപ്പോൾ റൂമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഡിന്നറാണ്. ഡിന്നർ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 12-12:30 ആയി. വലിയ ഗുണമുണ്ടായിരുന്നു. പിന്നെ വേറെ ഓപ്ഷനില്ല, കാരണം നൈറ്റ് ആയതുകൊണ്ട് കുറേ കടകളൊക്കെ അടച്ചു. അപ്പോൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉറങ്ങി എണീറ്റ് രാവിലെ എണീറ്റ് ബീച്ചിലെത്തി. ബീച്ചാണ് സ്പോട്ട്. ഇത് ഫാൽക്കൺ ബീച്ചാണ്, വൈപ്പിൻ്റെ അവിടെയാണ്. സംഭവം കുഴപ്പമില്ല, ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന സ്ഥലമൊക്കെ തന്നെയാണ്. അവിടെ വാടകയ്ക്ക് സാധനങ്ങളൊക്കെ കൊടുക്കണമൊക്കെ ഉണ്ട്. പക്ഷേ വൃത്തി പറഞ്ഞ സാധനമില്ല കേട്ടോ. വേസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇഷ്ടം പോലെ എല്ലാ പ്ലാസ്റ്റിക് വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ കാര്യമൊന്നുമില്ല. അപ്പോൾ അവർ ഓരോ ഫ്രെയിംസൊക്കെ നോക്കണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൾക്ക് ഭയങ്കര ഫ്രണ്ടിനൊക്കെ ഭയങ്കര ചമ്മല്ലേ. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, ഫോട്ടോസൊക്കെ എടുക്കണ്ടേ. അപ്പോൾ അവരെടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മെല്ലെ ബീച്ചിലേക്ക് പോകാൻ വിചാരിച്ചു. അവിടെ എടുക്കുമ്പോൾ കുറേ സേവ് ദ ഡേറ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ടീമുകളുണ്ടായിരുന്നു. അപ്പോൾ ബോറടിച്ചപ്പോൾ അവിടെ മുരളിയേട്ടൻ്റെ കടയുണ്ടായിരുന്നു, അപ്പോൾ ചായക്കട. അപ്പോൾ ഞാൻ പോയിട്ടൊരു കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ബീച്ചിലോട്ട് തന്നെ വന്ന് കുറച്ച് നേരം ബീച്ച് നോക്കിയിരുന്നു. ബീച്ചിലും വേസ്റ്റൊക്കെ ഉണ്ട്. ഇത് അവിടുത്തെ എന്താ പറയുക, പായൽ ടൈപ്പാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കുറേ കണ്ടു. വേസ്റ്റ് കൂടുതലുണ്ട്. പിന്നെ വന്നിട്ട് ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഫ്രണ്ടിൻ്റെ ഫിയാൻസിൻ്റെ വീട്ടിൽ, മീൻസ് റിലേറ്റീവിൻ്റെ വീടാണ് അവൻ്റെ. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പള്ളിയൊക്കെ അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദോശയും ബീഫായിരുന്നു. രാവിലെ തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ നേരെ തിരിച്ച് എറണാകുളത്ത് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സിന്. അപ്പോൾ ഷോപ്പ് ചെയ്യണം പറഞ്ഞപ്പോൾ നേരെ എറണാകുളത്തേക്കാണ് വിട്ടത്. അപ്പോൾ ഇതാണ് മെട്രോ. ഞാൻ അതുവരെ കയറിയിട്ടൊന്നുമില്ല കേട്ടോ മെട്രോയിൽ. കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, നോക്കാം എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, ബിസി ടൈമായിരുന്നു. പിന്നെ അവരുടെ ഷോപ്പിംഗ് ഒക്കെ ഓരോന്നോരോന്നൊക്കെ കഴിഞ്ഞു. കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വണ്ടി വീട്ടിലേക്ക് തിരിച്ചതാണ്. അപ്പോൾ ലഞ്ച് കഴിക്കാൻ തന്നെ ഭയങ്കര ഡിലേ ആയി. കുഴപ്പമില്ലാത്ത ലഞ്ച്, ആവറേജിൻ്റെയും താഴെ എന്നൊക്കെ പറയാം. അപ്പോൾ തിരിച്ച് വീട്ടിലേക്കാണ്. അടിപൊളി വ്യൂ ആണ് കിട്ടിയത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ ചെറിയൊരു വ്ളോഗ് അത്ര തന്നെ. ഓക്കെ ഗൈസ്, ബൈ.